യുഡിഎഫിന്റെ ചോരയും നീരുമായ പ്രിയപ്പെട്ടവർക്ക് ഹൃദയാഭിവാദ്യങ്ങൾ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പ്രകടിപ്പിച്ചാലും ഈ തെരഞ്ഞെടുപ്പിന് ഒരാളെ ജയിക്കുകയുള്ളൂ. അത് രാഹുൽ ജനാധിപത്യ മുന്നണിയാണ്. പാലക്കാട് നമ്മൾ ജയിച്ചിരിക്കും. പ്രിയങ്കരായ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കണ്ണും കരളുമായ പ്രിയങ്കരായ സഹോദരി സഹോദരന്മാരെ, ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് യുഡിഎഫ് ഒരു ചരിത്ര വിജയം സൃഷ്ടിക്കാൻ വേണ്ടി നോക്കുകയാണ്. നമ്മുടെ പ്രിയങ്കരനായ കൊച്ചനുജൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടിന്റെ പ്രിയപ്പെട്ട താരമായി മാറാൻ പോകുകയാണ്. ഈ ആവേശക്കടൽ കാണുമ്പോൾ കോരിത്തരിക്കുകയാണ്. പാലക്കാടിന്റെ മതേതര മനസ്സ് രാഹുലിനായി ദാഹിക്കുകയാണ്. ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ കാവൽപടൻ രാഹുൽ ഗാന്ധിയുടെ കൈപിടിച്ചുകൊണ്ട് ജനാധിപത്യ പൊതുവേദിയിലേക്ക് നമ്മൾ കയറ്റപ്പെടുന്നത് പ്രിയങ്കരനായ രാഹുൽ മാങ്കൂട്ടത്തിനെയാണ്. ഇവിടുത്തെ വർഗീയവാദികളെ കുറിച്ചുകൂടാൻ, ഇവിടുത്തെ അഴിമതി ഭണ്ഡാരങ്ങളെ കുറിച്ചുകൂടാൻ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ദുർഭരണം അവസാനിപ്പിക്കാൻ പിണറായി വിജയന്റെ അടിയന്തരം കഴിക്കാൻ വേണ്ടി പാലക്കാടൻ ജനത തീരുമാനമെടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വലിയൊരു പോരാട്ടമാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത്. പാലക്കാടിന്റെ മതേതര മനസ്സ് ഉറക്കെ പറയുന്നു, ഒരു സർവകാല റെക്കോർഡ് ഭൂരിപക്ഷത്തിന് നമ്മുടെ പ്രിയങ്കരനായ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചിട്ടാണ്. നമ്മുടെ പ്രിയങ്കരനായ ഇന്നത്തെ നമ്മുടെ പ്രിയപ്പെട്ട അതിഥി രമേശ് പിഷാരടി നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. അതിഥിയല്ല, നമ്മളെല്ലാവരും ഒരേ ആൾക്കാർ തന്നെയാണ്. ഇപ്പോൾ ഇവിടെ ഉണ്ടാകുന്നതിലും വലിയ രീതിയിൽ ഈ പാലക്കാടിന്റെ ശബ്ദം നിയമസഭയിൽ ഉയർന്നു കേൾക്കാൻ വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും. നമുക്കൊപ്പം നിൽക്കാം. ഈ കേവല KPC പ്രസിഡന്റ് പറഞ്ഞു നമ്മളെത്തോ RSP കൊടിയും താത്തോ, ആ കൊടിയോളം താറ്റി വെക്കൂ. തൽക്കാലം ഞങ്ങൾക്ക് എത്തോ നല്ല സഹപ്രവർത്തകർ ആ കൊടിയൊന്ന് താഴ്ത്തി വെക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കാണാം. ഒന്ന് സഹകരിക്കും, എല്ലാവരും സഹകരിക്കും. Please silence for 5 minutes. Please silence. ഹലോ, ഈ വാഹനത്തിൽ ചാടിയിട്ടില്ല. ഈ വാഹനത്തിൽ ചാടിക്കുന്ന രാഹുലിന്റെ ജനമനസ്സുകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അവിടെയും പോവില്ല. അവിടെ നാം എവിടെ കണ്ട ഈ ജനക്കൂട്ടത്തിന്റെ ആവേശം ഞങ്ങൾക്ക് അവിടെ വെച്ച് കാണാം. ഈ നാടിന്റെ മാറ്റങ്ങൾ എന്നും കോൺഗ്രസിന്റെ UDFന്റെ ഒരു ശബ്ദമാണ്. ആ ശബ്ദം സാക്ഷാത്കരിക്കാൻ നിങ്ങൾ അവസരമുണ്ടാക്കുന്നു. സന്തോഷകരമായ ഞങ്ങൾ ജയിക്കും.
ഞങ്ങൾ വളരും, ഞങ്ങൾ പടരും, ഞങ്ങൾ പന്തലിപ്പിക്കും. ആർക്കും ഇതിനെ നിലനിർത്താൻ ചോദ്യം ചെയ്യാൻ സാധിക്കാത്ത വിധം ഐക്യജനാധിപത്യ മുന്നണി പത്ത് മിനിറ്റുള്ളോ? നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഈ വരുന്ന 20-ആം തീയതികൾ ഉടനെ പൂരമൊത്ത് ചെല്ലുമ്പോൾ നിങ്ങളുടെ വിശാലമായ മനസ്സിന്റെ അംഗീകാരം പരിപാലനമായ കൈപ്പത്തിയടയാളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നമാണ് കൈപ്പത്തി അടയാളം. ആ കൈപ്പത്തി അടയാളത്തിലായിരിക്കണം നിങ്ങളുടെ വിലയേറിയ മനസ്സിന്റെ അംഗീകാരം. അരയോളം ചുറ്റിയ അറ്റത്ത് ചാക്കിൽ കെട്ടിവെച്ച് ഓരോന്നിട്ട മഹാരാഷ്ട്രം നെഞ്ചിലെത്തിയ രാഹുലിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമാണ് കൈപ്പത്തി ചിഹ്നം. ആ കൈപ്പത്തി ചിഹ്നത്തിലായിരിക്കട്ടെ നിങ്ങളുടെ വിശാലമായ മനസ്സിന്റെ അംഗീകാരം. അവിടെ പോയി അകത്തിക്കൊണ്ട് പാലക്കാട് അഴിമതി കൊണ്ട് വോട്ടയക്കി അക്രമം കൊണ്ട് കണ്ണുകൊടുത്ത് അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ രക്തത്തെ കുടിക്കുന്ന സഖാക്കന്മാര് ഇവിടെ നിന്നും ഞങ്ങളിടയിൽ നിന്നും ഒരു ആരെയാണ് യേശുവിനെ ഒറ്റക്കൊടുത്തൊരു ഉദാസനപ്പോഴും ഇതിലെടുത്ത് അതിനായി ഒരു കയറുന്നതിന്റെ ചിഹ്നം നൽകി നിങ്ങളുടെ യുവശക്തി ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന്